ഷാബു പ്രസാദ്, പാലക്കാട് സന്ദീപ് വാര്യരുമായിട്ട് വിഷയം വന്നപ്പോഴും ഇടത് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് തുറന്ന പ്രതികരണങ്ങൾ വരുന്നു, അത്തരം സ്വാഗതാർഹമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നു. കോൺഗ്രസ് ആ സമയത്ത് വലിയ രീതിയിലുള്ളൊരു പരാമർശങ്ങളൊക്കെ നടത്താതിരുന്നു. സന്ദീപ് വാര്യർ CPM-ലേക്ക് പോകുന്നു കരുതി, പക്ഷെ പോയത് കോൺഗ്രസിലേക്കാണ്. ഇനി ഇത്തരം ചില ട്വിസ്റ്റുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതികരണങ്ങൾക്കില്ല, പക്ഷെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കോൺഗ്രസ് തന്നെ ശരിക്കും പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ട് എന്ന് പറയുന്നിടത്ത് BJP ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഞാനങ്ങനെ കരുതുന്നില്ല. ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ അപർണം, ഈ ശശി തരൂര് ഈ കളിക്കുന്ന കളി കോൺഗ്രസിന്റെ എല്ലാ ദൗർബല്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അത് വെച്ചിട്ടാണ്. കാര്യം അദ്ദേഹത്തിന് അറിയാം, അപ്പോൾ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയാൽ അത് കോൺഗ്രസിനെ അഫോർഡ് ചെയ്യാൻ കഴിയുന്നതല്ല. ആ ഡാമേജ് അത്ര വലുതായി. ഒന്നാമത് ഇപ്പോൾ സർവ്വ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും തോറ്റു തൊപ്പിയിട്ട് നടക്കുകയാണ്. ആകപ്പാടെ ഇനി പ്രതീക്ഷയുള്ള ഒരേ ഒരു തെരഞ്ഞെടുപ്പ് 2026 വരാൻ പോകുന്ന കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ പുറത്തുപോയ കോൺഗ്രസ് നേതൃത്വമായിട്ട് ഉടക്കി പുറത്തു പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ സർവനാശമായിരിക്കും ഫലം എന്ന ആ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ള ഒരു വിലപേശൽ തന്ത്രമാണ് ഇപ്പോൾ ശശി തരൂർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കേരള മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതായത് അദ്ദേഹത്തിന് ഇപ്പം BJP-യിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ചിലപ്പം പരമാവധി അദ്ദേഹത്തെ രാജ്യസഭയിലോട്ടോ നോമിനേറ്റ് ചെയ്തൊരു MP ആയിരിക്കും, കേന്ദ്രത്തിൽ കൂടി വന്ന ഒരു. അങ്ങനെയാണെങ്കിൽ ശ്രീ ഷാബു പ്രസാദ്, CPM-ഉം താങ്കൾ കരുതുന്നില്ല, CPM-ഉം അദ്ദേഹത്തിന്റെ മുന്നിൽ ഓപ്ഷൻ ആയിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഇല്ല, അദ്ദേഹം ഈ കോൺഗ്രസിലെ ഇതിന്റെ തുറച്ചു നിന്ന് അദ്ദേഹത്തിന് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഇവിടുത്തെ NSS അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തത്, അദ്ദേഹം വലിയ ചെവിയിൽ കൂടെയുള്ള നായരാണ് എന്ന് NSS പറഞ്ഞിട്ടുണ്ട്. NSS-ന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഇനി മുസ്ലിം ലീഗിന്റെയും കൂടി പിന്തുണ അദ്ദേഹം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് മറ്റു മാർഗമില്ല, അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയേ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, സംഘടന എന്നുള്ള നിലയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. കാര്യം കേരളത്തിന്റെ ഒരു നവീൻ പട്നായിക് ആവാൻ ഒരു പക്ഷേ ഈ ശശി തരൂരിന് കഴിയും. കാര്യം നവീൻ പട്നായിക് അങ്ങനെ വന്നതാണ്. കാര്യം ഒരു അന്താരാഷ്ട്ര മുഖച്ഛായുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം, നവീൻ പട്നായിക്. ആ രീതിയിൽ അത് മാത്രമാണ് ശശി തരൂരിന്റെ ലക്ഷ്യം. ഒരു കാരണവശാലും അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവില്ല, അദ്ദേഹത്തെ പുറത്താക്കുകയുമില്ല. കാര്യം അങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കോൺഗ്രസ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം നോക്കുകയാണ്, അദ്ദേഹം ഇങ്ങനെ കോൺഗ്രസിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു കാര്യമില്ല. അതായത് ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ ഓരോ ചർച്ചയൊക്കെ വരുന്ന സമയത്ത് നാഷണൽ മീഡിയ ആയിക്കോട്ടെ, കേരളത്തിലെ മീഡിയ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഈ ശശി തരൂരിനെ പോലെ ഇത്രയധികം ഇന്റർനാഷണൽ എക്സ്പോഷറും പൊട്ടൻഷ്യലുമുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ബഫൂൺ കളിക്കുകയാണ്. ഷമാ മുഹമ്മദിനെ പോലുള്ളവരൊക്കെയാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വന്ന് ചർച്ച ചെയ്യുന്നത്. അതുപോലെ പാർലമെന്റിൽ അദ്ദേഹത്തിന് മിണ്ടാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പം കറക്റ്റ് ആ സമയം, പ്രത്യേകിച്ച് ഡൽഹി തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും അവരുടെ ഇന്ത്യ മുന്നണി തകർന്ന് 4 വശമായി, മുമ്പിൽ ഒരു പ്രതീക്ഷ ഇല്ലാതെ ഇങ്ങനെ സംസ്ഥാനത്തിനകത്തുനിന്ന് പിന്തുണ വേണ്ടേ? ഈ ACC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോ MK രാഘവൻ തൊട്ട് ശബരിനാഥ് വരെയുള്ളവരൊക്കെ പിന്തുണ കൊടുത്താണ്. പക്ഷെ ഇപ്പോ അതും മുഴുവൻ കൊണ്ട് കളഞ്ഞില്ലേ ഈ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം? അല്ല, ഇപ്പൊ അവിടുത്തെ ഇവർക്ക് എന്തോന്ന് സംഘടന എന്ന് ഒരു കാര്യമുണ്ട്. അവിടുന്ന് രാഹുൽ ഗാന്ധി പറയുക അദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, പിന്നെ കഴിഞ്ഞോടെ. രാഹുൽ ഗാന്ധി അത് പറയുമോ എന്നുള്ളിടത്താണ്. പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അഭിമുഖം ഇപ്പൊ വരുമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഇല്ലില്ല, ഇതൊരു പ്രഷർ ടാക്ടിക്സ് ആണ്. കോൺഗ്രസിന് ശശി തരൂരിന്റെ പ്രഷറിൽ വഴങ്ങേണ്ടി വരും, ഒരു സംശയമില്ല. അദ്ദേഹത്തിന് ഇനി മുസ്ലിം ലീഗിന്റെയും കൂടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയാൽ, മുസ്ലിം ലീഗ് പറയുകയാണ് ശശി തരൂരാണ് ശരിയായ, നമുക്ക് കേരളത്തിന് പറ്റിയ, UDF-ന് പറ്റിയ ഒരു മുഖ്യമന്ത്രിയുടെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VD സതീശനും ഇവരുമൊക്കെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതിൻ്റെ അകത്ത് ബാത്റൂമിലെ കണ്ണാടി നോക്കി കുറെ പല്ലുറുമോന്നല്ലാതെ എന്തെങ്കിലും ചെയ്യാം. NSS-ന്റെ പിന്തുണയുണ്ട്, മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ട്.
ഇതിന്റെയൊക്കെ ബേസിൽ അവിടെ നിന്ന് AICC രാഹുൽ ഗാന്ധിയും അവരും കൂടെ തീരുമാനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ആകപ്പാടെ പ്രതീക്ഷയുള്ള ഇനിയും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷയുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ കൂടെ ഇങ്ങനെ ഇനിയും അടുത്ത ഇലക്ഷൻ മിക്കവാറും എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ പറയുന്നത് LDF തന്നെ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ്. എങ്കിലും കോൺഗ്രസിന് ഒരു സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. അതും കൂടെ ഇല്ലാതെ ആ ഒരു വിദൂര സാധ്യതയും കൂടെ ഇപ്പോൾ ശശി തരൂരിനെതിരെ എടുക്കുന്ന ഒരു ആക്ഷനും ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയാൽ അതും കൂടെ തീരും. പിന്നെ എവിടെ ചെന്ന് നിൽക്കും? അത് താങ്ങാനാവുമോ കോൺഗ്രസിന്?